അങ്ങനെ വീട്ടിലിരുന്നപ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നി ഇവിടെ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ട് ടൗണിൽ. പിന്നെ ഒന്ന് പോയി വന്നാലോ ചോദിച്ചു. പൊന്നിനടുത്ത് ചോദിച്ചു, പൊന്നൂർ നമുക്ക് പോവാം. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി വണ്ടി എടുത്ത് നമ്മൾ വേഗം വിട്ട്. അനിയന്മാർ രണ്ടുപേരും വരുന്നുണ്ടായിരുന്നു. അവർ രണ്ടുപേരും നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞ് അവരവരുടെ വണ്ടിയിലിരുന്നു, നമ്മൾ നമ്മളെ വണ്ടിയിലെടുത്ത് വന്നു. അങ്ങനെ റൂട്ടിൽ കൂടെ പോകുന്ന വഴിക്ക് റൂട്ടിലത്തെ കുറേ കുറ്റങ്ങളും വണ്ടി ഓടിക്കാൻ കുറേ കുറ്റങ്ങളും ഒക്കെ പറഞ്ഞ് മെല്ലെ 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 നമ്മൾ വേഗം ടൗണിലേക്ക് എത്തി. ടൗണിലേക്ക് എത്തിയപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ടൗണിൽ കേട്ടോ. റോഡ് സൈഡിലൊക്കെ കുറേ കടകളൊക്കെ വന്നിട്ടുണ്ട്, പൊരി അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ വണ്ടി കുറച്ച് അപ്പുറത്തെ പാർക്ക് ചെയ്ത്, അമ്പലത്തിൻ്റെ സൈഡിലൂടെ പാർക്ക് ചെയ്യാൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് അവിടുന്ന് മെല്ലെ നടന്ന് അമ്പലത്തിനോടൊക്കെ എത്താൻ കുറച്ച് ദൂരമുണ്ട്. അവിടെ നിന്ന് മെല്ലെ നടന്ന് ഇങ്ങനെ റോഡ് കൂടെ വരുന്ന സമയത്ത് പൊരിയും കളിപ്പാട്ടങ്ങളൊക്കെ വിൽക്കുന്ന കുറേ കടകളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരെ നമ്മൾ അമ്പലത്തിന് മുന്നിലെത്തിയിട്ടാ. പിന്നെ അവിടെ നിന്ന് വേഗം നടന്ന് അമ്പലത്തിനുള്ളിൽ കയറി. അമ്പലത്തിനുള്ളിൽ തൊഴാൻ നിന്നില്ല, നമ്മൾ ചിക്കൻ കഴിച്ചിരുന്നു. കാരണം അമ്പലത്തിൽ കയറി തൊഴാൻ നിന്നില്ല, അവിടെ പരിപാടി നടക്കുന്നുണ്ട്. പിന്നെ പൊന്നു പറഞ്ഞു നമുക്ക് ഇറങ്ങിയാലോ ചോദിച്ചു പുറത്തേക്ക്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഉത്സവപ്പുറമ്പ് നടക്കണേ. നടക്കുന്ന സമയത്ത് പൊന്നിന് ഇത് വേണമെന്നുണ്ടായിരുന്നു, കമ്മൽ. അപ്പോൾ കമ്മൽ നോക്കി ഒരു മാല എടുത്ത് എന്നിട്ട് അമ്പലത്തിനുള്ളിൽ കൂടെ പിന്നെ അമ്പലത്തിനുള്ളിലേക്ക് തന്നെ വന്നു. നമ്മൾ അവിടെ ഇരുന്ന് കുറേ നേരം കുറേ നേരം വായി നോക്കി നിന്ന്. അപ്പോഴേക്കും അവിടെ തിരുവാതിരയുടെ പരിപാടി തുടങ്ങിയിരുന്നു. പിന്നെ അതും കണ്ട് പുറത്തേക്ക് ഇറങ്ങി. വരവുണ്ട്, ആ സമയത്ത് വരവും പോയി നോക്കി. അപ്പോഴത്തേക്കും ഭയങ്കര തിരക്കായി. അവിടുന്ന് കുറച്ച് നേരം വരവും കണ്ട് പിന്നെ നല്ല പുറത്തേക്ക് ഇറങ്ങി കുറച്ച് ബലൂണൊക്കെ മേടിച്ച് നമ്മൾ ബലൂൺ മേടിച്ച് അത് തട്ടി തട്ടി കളിക്കായിരുന്നു. പ്രത്യേകിച്ച് ഒരു പണിയില്ലാത്തത് കൊണ്ട് ആ ബലൂണ് തട്ടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. നമ്മളെ അനിയന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മൾ ബലൂണ് തട്ടി നോക്കി, എല്ലാവരും നോക്കി. അങ്ങനെ അവിടെ നമ്മൾ മെല്ലെ വിശക്കാൻ തുടങ്ങി.